നമ്മളൊരു കോഴ്സിന് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ അപ്സ്കിൽ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കോച്ചിങ് സെൻറ്റേഴ്സ് ഈ പറയുന്ന ഏരിയാസ് നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ കയറി നമ്മൾ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, അല്ലെങ്കിൽ ബെസ്റ്റ് ഡാറ്റാ സയൻസ്, അല്ലെങ്കിൽ ബെസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ബെസ്റ്റ് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് പ്ലാറ്റ്ഫോംസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്ലാറ്റ്ഫോംസ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോംസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിൽ ആദ്യം കാണുന്ന 4 വേരിയേഷൻ കാണാം നിങ്ങൾക്ക്. ആഡ് 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 ആഡ്. ഇതൊക്കെ ഇനീഷ്യലി അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് 4 ആഡാണ് കാണുന്നുള്ളത്. ക്ലിയർ ആയോ? പിന്നീടാണ് ഓരോ പ്ലാറ്റ്ഫോം അതിൽ SEO റാങ്ക് ചെയ്തതും ഒരുപാട് കാര്യങ്ങളും കാണും. അപ്പം ഇവിടെ നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ അതിൽ പ്രൊജക്റ്റ് ചെയ്തത് കൊണ്ടോ കൂടുതൽ പ്രോമിസിങ് ആയതുകൊണ്ടോ കൂടുതൽ ഓഫർ ചെയ്തത് കൊണ്ടോ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നാവണം എന്നില്ല. അവിടെ നന്നാവണം എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ആ കോഴ്സ് ജോയിൻ ചെയ്യുമ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിലേഴ്സോട് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം, നമ്മളെ ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ സംസാരിക്കണം, അതിനെന്താണ് ഫോർമാറ്റ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപഠിക്കുക, അത് റിസർച്ച് ചെയ്ത് പഠിക്കുക. അപ്പം ഇതിൻ്റെ ഈ പറയുന്ന സെർച്ചിങ്ങിൽ വരുമ്പോൾ പെട്ടെന്ന് അതിൽ കയറി കണ്ടപ്പം ഡയറക്റ്റ് ജോയിൻ ചെയ്ത് അവരുടെ കൗൺസിലറിൻ്റെ കോൾ വന്നു, പിന്നെ സംസാരിച്ചു, പിന്നെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കമ്പയർ ചെയ്യാതെ പോവാതെ പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ട അവസ്ഥ വരരുത്. ബിക്കോസ് നിങ്ങളാണ് ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്കാണ് ബെനിഫിറ്റ് വേണ്ടത്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.